ഹായ്. അപ്പം 12th സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസാണ് നിങ്ങൾ. അപ്പോൾ ഒരു മെഡിക്കൽ കോഴ്സ് തന്നെ വേണം, പക്ഷേ MBBS-ഉം നീറ്റും നഴ്സിംഗ് ഒന്നും നമ്മുടെ ഒരു ഓപ്ഷനല്ല. പക്ഷേ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോഴ്സാണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ കുറേ പാരാമെഡിക്കൽ കോഴ്സസും ഞാൻ ചെയ്ത കോഴ്സസിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 നമുക്ക് 12th സയൻസ് ചെയ്ത് കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏതൊക്കെ മെഡിക്കൽ കോഴ്സസ് എടുത്ത് പഠിക്കാം. അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഈ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിൽ. അതിൽ ഏതൊക്കെ കോഴ്സസാണ് നല്ലത്, ഏതൊക്കെ കോഴ്സസിനാണ് സ്കോപ്പ് കൂടുതൽ, എബ്രോഡൊക്കെ പോകാൻ നോക്കുന്ന ഫീൽഡാണെങ്കിൽ അങ്ങനത്തെ ഏത് കോഴ്സാണെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കോളേജും യൂണിവേഴ്സിറ്റി എപ്പോഴും നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം തമിഴ്നാട് സൈഡാണെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ ആ സൈഡ് നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അങ്ങനെ നല്ല യൂണിവേഴ്സിറ്റി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റി ആണെന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് കോളേജിലും ഹോസ്പിറ്റലുണ്ട്. അപ്പം കുറേ കോളേജുകളിൽ പോസ്റ്റിംഗ് ടൈം ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വേറെ ഹോസ്പിറ്റലിലോട്ട് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഹോസ്പിറ്റലുണ്ടോ എന്ന് നോക്കാം. ഈ പാരാമെഡിക്കൽ കോഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് കോഴ്സസിന് മെയിനായിട്ട് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്. അപ്പോൾ മെയിനായിട്ട് ഹോസ്പിറ്റലുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് വയ്ക്കുക കോഴ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കോഴ്സ് പറയാം. ഞാൻ പഠിച്ചത് BSc കാർഡിയാക് ടെക്നോളജി ആയിരുന്നു. അതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും തന്നെ അറിയാം. ചെറുതായിട്ടൊന്ന് പറയാം. മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 year കോഴ്സാണ്. 3 year കോഴ്സും 1 year ഇൻറ്റേൺഷിപ്പും. ഈ കോഴ്സിൽ മെയിനായിട്ട് നമ്മൾ ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഡയഗ്നോസാണ്. അപ്പം എക്കോ ഉണ്ട്, ക്യാത്ത് ഉണ്ട്, 2 ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എക്കോ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എക്കോ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻസ്, വാൾ ഫങ്ഷൻസ് ഒക്കെ നോക്കുക. ക്യാത്ത് വരുമ്പം എന്താ പറയുക, ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ ഡിവൈസ് ക്ലോഷർ, ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക. കാർഡിയാക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുക, ഈ ഒരു ഫീൽഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹാർട്ടിൻ്റെ പരിപാടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ്. അപ്പം ഞാൻ ഈ കോഴ്സ് എടുത്തിട്ട് എനിക്ക് അങ്ങനെ വലിയ റിഗ്രറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സ്കോപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റൽ നഴ്സുമാർക്ക് അത്രയും സ്കോപ്പില്ല. അപ്പം നമുക്ക് 2 or 3 പേരൊക്കെ മതി. അപ്പം അതിനനുസരിച്ചുള്ള സ്കോപ്പുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത്രയും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഒരു 2-3 months ഒക്കെ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ വൺസ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനായിട്ട് നല്ല ഒരു ഫീൽഡാണ്. മീൻസ് 2 year എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ഓരോ കൺട്രിയിലേക്ക് വേണ്ട രജിസ്ട്രേഷൻസ്, എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതങ്ങനെ നോക്കാവുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് കോഴ്സ് എന്ന് പറയുന്നത് BSc AT and OT. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് കുറേ കോളേജസിൽ ഇത് AT സെപ്പറേറ്റും OT സെപ്പറേറ്റ് ആയിട്ട് 2 കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കോളേജിലൊക്കെ AT and OT കമ്പൈൻഡ് ആയിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് രണ്ടും പഠിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡ് ചൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ മെയിനായിട്ട് AT ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റിനെ സർജറീസിൻ്റെ ടൈമിൽ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അനസ്തീഷ്യ ഡ്രഗ് ലോഡ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ അനസ്തീഷ്യ മെഷീൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യൻസിനെ സർജറി ടൈമിൽ മോണിറ്റർ ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ് ചെയ്യേണ്ടത്. അതേസമയം OT ആണെന്നുണ്ടെങ്കിൽ OT മെഷീൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിനെ സർജറി ടൈമിൽ മോണിറ്റർ ചെയ്യുക. ഇത് പിന്നെ OTയിലെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക, ഒരു OT കോർഡിനേറ്ററായിട്ട്. ഇതാണ് മെയിനായിട്ട് AT and OTയിൽ വരുന്നത്. ഇതിന് കുറച്ചും കൂടെ സ്കോപ്പുണ്ട്. എൻ്റെ കോഴ്സിനൊക്കെ കുറച്ചുകൂടെ സ്കോപ്പ് AT and OTക്ക് ഉണ്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും തന്നെ OT ഒക്കെ ഉണ്ട്. അപ്പം ഇതിന് സ്കോപ്പ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ കണ്ടായിരുന്നു ജർമ്മനിയിലേക്ക് ഒത്തിരി വേക്കൻസി, ഈ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റിന് ഒത്തിരി വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഭാവിയിലേക്കും വേറെ സ്ഥലത്തോട്ടൊക്കെ വരുമായിരിക്കും. ഇപ്പം ഞാൻ ജർമ്മനിയിൽ കുറേ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ UK പോകാനും പറ്റും. CPC രജിസ്ട്രേഷനാണ് ഈ അനസ്തേഷ്യ and OT ടെക്നീഷ്യൻസിന് വേണ്ടത്. അപ്പം അതാണ് രണ്ടാമത്തെ കോഴ്സ്. പിന്നെ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് BSc ഡയാലിസിസ് ടെക്നോളജി. ഇപ്പോൾ ഡയാലിസിസ് ടെക്നോളജി എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുക.
അപ്പോൾ എന്താ പറയുക, നമ്മുടെ മെയിനായിട്ട് ആ ഡയാലിസിസ് മെഷീൻസ് മോണിറ്റർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ പേഷ്യൻസിനെ ഡയാലിസിസ് ടൈമിൽ മോണിറ്റർ ചെയ്യുക, അവരുടെ എന്താ സൈറ്റ് നോക്കുക, ഫിസ്റ്റുലൊക്കെ എത്തിയിട്ട് ആ സൈറ്റൊക്കെ നോക്കുക, അതുപോലെ തന്നെ എന്താ മെഷീൻസ് എല്ലാം പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുക ഡയാലിസിസിന് മുമ്പ്. അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. വെയിറ്റ് നോക്കുക, വൈറ്റൽ സൈൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഡയാലിസിസിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഡയാലിസിസ് ഫീൽഡിന് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒത്തിരി ഡയാലിസിസ് സെൻറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല സ്കോപ്പുണ്ട്. ഒരു 10-12 ടെക്നീഷ്യൻസിനൊക്കെ അത്യാവശ്യം നല്ലൊരു വലിയ ഡയാലിസിസ് സെൻറ്റേഴ്സിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്കോപ്പുള്ളതാണ് ഈ ഡയാലിസിസ് ടെക്നിക്ക്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BSc റേഡിയോളജിയാണ്. ഇത് മെയിനായിട്ട് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് ഇമേജിങ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഇത് മെയിനായിട്ട് CT, MRI, എക്സ്റേ, അതുപോലെ തന്നെ ഇമേജിങ് ടെക്നോളജി, ഈ ഒരു ഫീൽഡൊക്കെ ഇതിനകത്ത് വരും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് പോകാം. അപ്പം ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ പ്രിപ്പയർ ചെയ്യുക, എക്സ്റേസ് എടുക്കുക, മെഷീൻസ് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ റേഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക. അപ്പം ഇതിനാണെങ്കിലും അത്യാവശ്യം നല്ല സ്കോപ്പുള്ളതാണ്. UK-ലേക്കൊക്കെ നീണ്ടത് HCPC രജിസ്ട്രേഷനാണ്. റേഡിയോളജി ടെക്നീഷ്യൻസ് ആണ് മെയിനായിട്ട് UK-ലൊക്കെ CM മെഷീൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ ഫീൽഡ് അത്യാവശ്യം സ്കോപ്പുള്ളതാണ്. നമുക്കിപ്പം ഡയഗ്നോസിങ് സെൻറ്റേഴ്സിലാണെങ്കിലും ഹോസ്പിറ്റൽസിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം സ്കോപ്പുണ്ട്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആണ്. ഇത് കുറച്ച് ഞാനൊക്കെ പഠിക്കുമ്പോൾ വന്നൊരു കോഴ്സാണ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ്. മെയിനായിട്ട് ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അതായത് അവരുടെ റൗണ്ട്സിൻ്റെ ടൈമിൽ അസിസ്റ്റ് ചെയ്യുക, പിന്നെ പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുക്കുക, അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മാനേജ് ചെയ്യുക, ഡിസ്ചാർജ് ടൈമിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, പേഷ്യൻറ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഡയഗ്നോസിങ് ചാർട്ട്. അപ്പം ഈ ഒരു ഇതാണ് ഫിസിഷ്യൻ മെയിനായിട്ട് വരുന്നത്. ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക, അതാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇത് BSc ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിയിൽ മെയിനായിട്ട് നമുക്കൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് സർജറി എല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൊബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് ഒരു ഗൈഡഡ് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ ഫിസിക്കൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ്. അതുപോലെ തന്നെ അത് ഭാവിയിൽ എങ്ങനെ വരാണ്ടിരിക്കാം, എന്തൊക്കെ ഓക്കെ. അപ്പം വീഡിയോ കട്ടായിപ്പോയി ഇടയ്ക്ക് വെച്ച്. അപ്പം ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുമാണ് മെയിനായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം സ്കോപ്പും അത്യാവശ്യം ഉണ്ട്. അപ്പം സ്പോർട്സ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് വർക്ക് ചെയ്യാം. പുറത്തേക്കാണെങ്കിൽ HCPC രജിസ്ട്രേഷനൊക്കെ എടുത്ത് UK-ലേക്കൊക്കെ പോകും. അത്യാവശ്യം നല്ല ഫീൽഡുള്ളൊരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ് ഫിസിയോതെറാപ്പി. അപ്പം ഇന്നിപ്പോൾ ഇത്രയും കോഴ്സസാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് കോഴ്സസും കൂടെ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ഈ ഒരു കോഴ്സസ് എവിടെയൊക്കെ പഠിക്കണം, ഏതൊക്കെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ കോളേജാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ കാണത്തില്ല, അത് കുറേ ഇങ്ങനെ റിക്വസ്റ്റിൽ വന്ന് കിടക്കും. അപ്പം ഡയറക്റ്റ് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ.